എന്താണ് തെറ്റ്? ഇത് പാംപ്ലാനി പിതാവ് പറഞ്ഞത് മുഴുവനായിട്ട് എം വി ഗോവിന്ദൻ കേട്ടില്ലേ? അദ്ദേഹം എന്താണ് ഒരു സെന്റൻസ് മാത്രമേ, ഒരു വാചകം മാത്രമേ കേട്ടുള്ളൂ. എന്നിട്ട് അത് പറഞ്ഞുകൊണ്ട് മാർ ജോസഫ് പാംപ്ലാനിക്കെതിരെ ഇങ്ങനെ അധിക്ഷേപ പരാമർശം നടത്തുന്നു. അതെങ്ങനെയാണത്? അവിടെ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള എം പിമാർക്കും അദ്ദേഹം നന്ദി പറഞ്ഞിരുന്നു, UDFന്റെ സംഘത്തിന് അദ്ദേഹം നന്ദി പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ എം വി ഗോവിന്ദൻ കേട്ടത് ആകെ ഈ അമിത്ഷായ്ക്ക് നന്ദി പറയുന്നത് മാത്രമാണ്. അല്ല, എം വി ഗോവിന്ദൻ മാഷ് സഭയെ അധിക്ഷേപിച്ച പാംപ്ലാനി പിതാവിനെ അധിക്ഷേപിച്ചൊരു വാക്ക് പറഞ്ഞിട്ടില്ല. പാംപ്ലാനി പിതാവ് കേരളത്തിലെ ഒരു ബിഷപ്പും പറയാത്ത രീതിയിൽ BJP RSSനെയും പാവപ്പെട്ട കന്യാസ്ത്രീകളെ ജയിലിലിട്ട് 9 ദിവസം ജയിലിലിട്ട് ക്രൂരമായി പീഡിപ്പിച്ച് 53 ക്രിമിനലുകൾക്കൊപ്പം പാർപ്പിച്ച് അറസ്റ്റ് ചെയ്താരാ? ഇതേ BJP സർക്കാർ. അറസ്റ്റിനെ ന്യായീകരിച്ചുകൊണ്ടുവന്നാരാ? ഇതേ BJP സർക്കാർ ഭരിക്കുന്ന ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി. അവിടെ ഈ നാടും ഈ രാജ്യവും ഒന്നടങ്കം വിമർശിച്ച ആരെയാ? ഈ അറസ്റ്റ് ചെയ്തവരെയാ. എന്തെങ്കിലും കുറ്റമുണ്ടോ? ഒരു കുറ്റവുമില്ല. ഈ മതമാറ്റ നിരോധന നിയമം കൊണ്ടുവന്നാരെന്നറിയാം. 1967 കോൺഗ്രസ് സർക്കാർ ഭരിക്കുമ്പോഴാണ് ഇന്ത്യയിലെ 9 സംസ്ഥാനങ്ങളിൽ ഈ നിയമം കൊണ്ടുവരുന്നത്. പിന്നീട് കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അത് ഏറ്റുപിടിച്ചു. ഈ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് ആ നിയമം. കാരണം ഇന്ത്യൻ ഭരണഘടന ഏത് മതത്തിൽ വിശ്വസിക്കാൻ ബ്രജിലേക്ക് വരാം. ചില സാങ്കേതിക പ്രശ്നമുണ്ട്. ശ്രീ MS വേണുഗോപാൽ, ഇവിടെ എന്തായാലും റെജി ലൂക്കോസ് പറഞ്ഞു വരുന്നത് ഇതിൽ ജയിലിലിട്ട ഈ 2 പാവപ്പെട്ട കന്യാസ്ത്രീകളെ ജയിലിലിട്ട BJP സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് അവർക്ക് നന്ദി പറയാന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ രാജ്യത്തെയും കേരളത്തിലെയും ക്രിസ്ത്യൻ സമൂഹത്തിനോട് കാണിക്കുന്ന വഞ്ചനയാണ്. അത് പറയുന്നത് തെറ്റിരിക്കുന്നത് ന്യായമല്ലേ? അവിടെ ജോൺ ബ്രിട്ടാസ് MP അതുപോലെ കോൺഗ്രസ് MPമാരെ കുറിച്ച് ഒന്നും ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. ക്രൂരമായി വേട്ടയാടുന്നവരെ പിന്തുണയ്ക്കുകയും അവരെ തലോടുകയും ചെയ്യുന്നതിനോട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കേരളീയ പൊതുസമൂഹം അംഗീകരിക്കാൻ പറ്റത്തില്ല. തലശ്ശേരി രൂപത്തിൽ തന്നെ അനേക ആയിരം കന്യാസ്ത്രീകളും പുരോഹിതന്മാരും ഉത്തരേന്ത്യയിലെ അപകടകരമായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ പോയി നേരിട്ട് കണ്ടിട്ടുണ്ട്. അവരുടെ എല്ലാം ആ ഡെഡിക്കസിയെ, അവരുടെ എല്ലാം ആ ആത്മീയപരമായിട്ടുള്ള അവരുടെ എല്ലാം സമർപ്പണത്തിനെ പോലും വെല്ലുവിളിക്കുന്നതല്ലേ തലശ്ശേരിയുടെ സുരക്ഷിത താവളത്തിൽ ഇരുന്നുകൊണ്ട് പിതാവ് ഇങ്ങനെ പറഞ്ഞത്. അതിനെ ചോദ്യം ചെയ്യണം. അത് ചോദ്യം ചെയ്യുന്നത് കത്തോലിക്ക സമൂഹം മാത്രമല്ല, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ കേരളത്തിൽ താമസിക്കുന്ന, കേരളത്തിലെ മതേതരത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനും അംഗീകരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ശ്രീ റെജി ലൂക്കോസ്, സത്യമല്ലേ തലശ്ശേരി ആർച്ച് ബിഷപ്പ് പറഞ്ഞത്? ഇതിൽ അവസാനം ആരുടെ ഇടപെടലാണ് ഗുണം കണ്ടത്? കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലാണ്. അവിടെ അമിത്ഷാ ഇടപെട്ടു, പ്രധാനമന്ത്രിയെ പോയി സംസ്ഥാന BJP അധ്യക്ഷൻ കണ്ടിരുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടലാണ് ഇവിടെ ഗുണം ചെയ്തത്. അവസാനം ഛത്തീസ്ഗഡ് സർക്കാരിന് തിരുത്തേണ്ടി വന്നു. ജാമ്യം പരിഗണിക്കുന്ന സമയത്ത് ജാമ്യം കൊടുക്കുന്നതിൽ അപാകതയില്ല എന്നൊരു നിലപാടിലേക്ക് വന്നു. അതുകൊണ്ടാണല്ലോ അവസാനം ജാമ്യം കിട്ടിയത്. അത് സഭ മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് ബിഷപ്പ് പാംപ്ലാനി പറഞ്ഞത് അമിത്ഷായ്ക്ക് നന്ദി എന്ന്. നിങ്ങളെ മാറ്റി നിർത്തിയിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ജാമ്യം കിട്ടാൻ ഇടയായ സാഹചര്യം എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബിഷപ്പ് പാംപ്ലാനി ഇത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് നിരാശയായി. ഞങ്ങളുടെ പേര് മാത്രമല്ലല്ലോ പറഞ്ഞത്, BJPക്കാരുടെ പേരും പറഞ്ഞു എന്ന്. അതല്ലേ ഇവിടെ ഉടലെടുത്തിരിക്കുന്നത്? അല്ല, അതാണ് വിചിത്രമായ വിശദീകരണം എന്ന് പറയുന്നത്. കാരണം ഭരിക്കുന്ന കക്ഷിയുടെ പോലീസ് 8 മണിക്കൂർ അവിടെ ആ റെയിൽവേ സ്റ്റേഷനിൽ ഇവരെ തടഞ്ഞു വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, യാതൊരു തെറ്റും ചെയ്യാതെ കുട്ടികൾ പറയുന്നത് തങ്ങളുടെ ഇഷ്ടപ്രകാരം വന്നെന്ന് പറയുന്നു. എല്ലാവിധ ഡോക്യുമെന്റ്സും അവരുടെ കയ്യിലുണ്ട്. ഈ രാജ്യത്തെ പൗരന് എവിടെ യാത്ര ചെയ്യുന്ന സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് അവരെ പിടിച്ച് ജയിലിലിടുന്ന ഓർഡർ കൊടുത്ത അവിടുത്തെ മുഖ്യമന്ത്രിയാണ് അവിടുത്തെ ഏറ്റവും വലിയ തെറ്റുകാരൻ. ആ മനുഷ്യൻ BJPക്കാരനല്ലേ? അല്ല, അദ്ദേഹത്തിന് നന്ദി പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ബിഷപ്പ് പാംപ്ലാനി നന്ദി പറഞ്ഞിട്ടില്ല. അദ്ദേഹം നന്ദി പറഞ്ഞത് കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് ഇറക്കുവാൻ സഹായിച്ചവർക്കാണ്. അതിലൊരു ക്രെഡിറ്റ് BJPക്കും കൊടുത്തു, കേന്ദ്ര സർക്കാരിന് കൊടുത്തു. അത് കണ്ടതാണല്ലോ, പകൽ പോലെ വ്യക്തമായിരുന്നുവല്ലോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന്. ഇവിടെ പ്രശ്നമായിരിക്കുന്നത് ക്രെഡിറ്റ് അങ്ങോട്ട് പോയി. നിങ്ങൾക്ക് ക്രെഡിറ്റ് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ചു, പക്ഷേ ക്രെഡിറ്റ് അങ്ങോട്ട് പോയതിനുള്ള വിഷമമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലല്ല, ഇത് പറയാനേക്കൂ. 9 ദിവസം കന്യാസ്ത്രീകളെ ജയിലിലിട്ട്, സെൻട്രൽ ജയിലിലിട്ട് പീഡിപ്പിച്ചത് ജനം കണ്ടതാ. ആരാത്? ഈ അമിത്ഷാ BJP നേതാവല്ലേ? കോൺഗ്രസ്സുകാരാണോ? പിടിച്ചകത്തോട്ട് ദ്രോഹിച്ചു ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ചരിത്രപരമായിട്ടുള്ള കഴിഞ്ഞ 10-12 വർഷങ്ങളായിട്ടുള്ള വേട്ടയാടൽ തുടർന്നപ്പോൾ പിടിച്ചിട്ട ആള് തന്നെ ജാമ്യം കൊടുത്തുകൊണ്ടെങ്കിൽ ജാമ്യം കൊടുത്ത അമിത്ഷായാണോ? അത് കോടതിയല്ലേ? ശരി, ശ്രീ ഫാദർ ഫിലിപ്പ് കവിയിൽ ഇത്തരം കാര്യങ്ങളാണ് റെജി ലൂക്കോസ് പറയുന്നത്. അത് CPMന്റെ നിലപാടാണ്. അതായത് പിടിച്ചിട്ടവർ തന്നെ ജാമ്യം കൊടുത്തു എന്ന് വെച്ചു ഈ പിടിച്ചിട്ടവരെ നമുക്ക് നന്ദി പറഞ്ഞു സഭയെന്ന്, പ്രത്യേകിച്ച് പാംപ്ലാനി പിതാവ്. അതിനെപ്പറ്റി നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തും. നമ്മൾ കാടടച്ച് വെടിവെക്കരുത്. ഇതിൻ്റെ അകത്ത് പിടിച്ചിട്ടു എന്ന് പറയുന്നത് BJP സർക്കാരാണെന്നുള്ളത് ശരിയാണ്. അത് ഏത് സർക്കാരാണ്? ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ചെയ്തത്.
അവർക്ക് ആ നിലപാടിൽ നിന്ന് അവർ പിന്നീട് പിന്മാറിയില്ല എന്നുള്ളത് നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. ശ്രീ സേനാപതി വേണു പറഞ്ഞ ചില കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ നാട്ടിലെ പൗരന്മാർക്ക് ലഭിക്കേണ്ട നീതി ലഭിച്ചില്ല. ആ ആ റെജി ലൂക്കോസ് അദ്ദേഹം പറഞ്ഞു, സോറി ഞാൻ പറഞ്ഞ ആള് തെറ്റിപ്പോയി കാണും. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഇതിൻ്റെ അകത്ത് ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് ഈ 9ാമത്തെ ദിവസമെങ്കിലും ഈ ജാമ്യം കിട്ടിയത് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിന് നന്ദി പറയുന്നത് എന്താണ് തെറ്റ്? അതുകൊണ്ട് മറ്റുള്ളവരുടെ നല്ല പ്രവൃത്തികളെ നമ്മൾ ഇകഴ്ത്തി കാണിച്ചോ? അത് ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. നമ്മളൊരു കുളത്തിൽ മുങ്ങി താഴാൻ തുടങ്ങുമ്പോൾ ആരെങ്കിലും കൈ തന്നിരിക്കുന്നത് കോൺഗ്രസ്സുകാരനാണോ BJP കാരനാണോ നമ്മൾ നോക്കണോ? അത് അവരുടെ നിലപാടല്ല. അവർക്ക് സ്വതന്ത്രമായ നിലപാട് എടുക്കാം. ക്രൈസ്തവ വിശ്വാസികൾ സ്വതന്ത്രമായിട്ട് തീരുമാനിക്കട്ടെ. ഈ ക്രൈസ്തവ വിശ്വാസികൾ അത് അംഗീകരിക്കില്ല എന്ന് ഇവരെന്തിനാ ഭയപ്പെടുന്നത്? അംഗീകരിക്കുന്നില്ല പിന്നെ ഞങ്ങളെ എന്തിനാ നിങ്ങൾ ആക്രമിക്കുന്നത്? പാമ്പ്ലാനി പിതാവിനെ നിങ്ങൾ എന്തിനും ഭയപ്പെടുന്നു? പാമ്പ്ലാനി പിതാവ് പറയുന്നത് ഇവിടെയുള്ള ക്രൈസ്തവ വിശ്വാസികൾ കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇത്ര ബഹളം വെക്കുന്നത് എന്തിനാണ്? അപ്പോൾ നിങ്ങൾക്ക് ഭയമുണ്ട്. പാമ്പ്ലാനി പിതാവ് പറഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ കേൾക്കുമെന്ന് ഭയമുള്ളത് കൊണ്ട് തന്നെയാണ് മധുരത്തിൽ പൊതിഞ്ഞ് നിങ്ങൾ തിരിച്ചു പറയുന്നത്. അങ്ങനെ പേടിയില്ലെങ്കിൽ തുറന്നു പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടിയുണ്ട് ഫാദർ. അപ്പോൾ ഇവിടെ കന്യാസ്ത്രീകളെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തെരുവിലിറങ്ങിയതും ഇതേ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണോ എന്ന് സംശയിക്കേണ്ടി വരും. ആരുടെ? CPM-ഉം ഇതേ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണോ എന്ന്. ഇപ്പോൾ അമിത്ഷായ്ക്ക് നന്ദി പറഞ്ഞപ്പോൾ രാഷ്ട്രീയമായി തങ്ങൾക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള കാര്യം വന്നപ്പോൾ തിരിച്ച് ആക്രമിക്കുന്നു ക്രൈസ്തവ സഭകളെ. പക്ഷേ ഞങ്ങൾ ആരുടെയും ഉദ്ദേശശുദ്ധിയെ സംശയിക്കുന്നില്ല. അവരൊക്കെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും മറ്റു പാർട്ടികളും ഒക്കെ എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് സംശയദൃഷ്ടിയൊന്നുമില്ല. മനുഷ്യ മനസ്സുകളുടെ നന്മയെ കാണുവാനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. അതിൻ്റെ അകത്ത് കോൺഗ്രസ് ഗുണമുണ്ടാക്കിയോ മാർക്സിസ്റ്റ് ഗുണമുണ്ടാക്കിയോ BJP ഗുണമുണ്ടാക്കിയോ ഒന്നല്ല ഞങ്ങൾ നോക്കുന്നത്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ നമുക്ക് എവിടെ നിന്ന് സഹായം കിട്ടും, ആ സഹായം നേടിയെടുക്കുന്നതാണ് ബുദ്ധിയുള്ള മനുഷ്യർ ചെയ്യേണ്ടത്. അതേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് ആരെയും തള്ളി പറഞ്ഞിട്ടില്ല, ആരുടെയും സഹായം നിരാകരിച്ചിട്ടില്ല. മറ്റുള്ളവരുടെ സഹായം ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞാൻ തന്നെ പേരെടുത്ത് പറഞ്ഞല്ലോ. കോൺഗ്രസിൽ നിന്ന് എത്ര പേര് സഹായിച്ചു, മാർക്സിസ്റ്റിൽ നിന്ന് സഹായിച്ചു, അതുപോലെ BJP ന്ന് സഹായിച്ചിട്ടുണ്ട്. അതും പറയുന്നത് എന്താണ് തെറ്റ്? ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ BJP-യുടെ അടിമത്തത്തിലേക്ക് പോയെന്നൊന്നുമില്ല. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളിലൊന്നും ഇവിടെ വ്യത്യാസമില്ല. സഭയ്ക്ക് ഒരു കക്ഷി രാഷ്ട്രീയവുമില്ല. സഭ സ്വതന്ത്ര നിലപാടോടെയാണ് പോകുന്നത്. പ്രശ്നാധിഷ്ഠിതമായ നിലപാടുകളാണ് സഭ എടുക്കുന്നത്. അത് നിങ്ങൾ അവസരവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറയേണ്ടി വരും. അങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ, ഇവിടുത്തെ ഇടത് വലത് പക്ഷത്തിലുള്ള ആളുകൾ ഇലക്ഷൻ കഴിയുമ്പോൾ മറ്റ് പാർട്ടികളെ പിടിക്കാൻ നടക്കുന്നത് എന്തിനാണ്? അത് അവസരവാദമല്ലേ? അവർക്ക് ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടി ആരുടെ പുറകെ വേണേലും പോകുന്നു. ഈ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പുറം നിൽക്കുന്നവരെ ഇപ്പുറം കൊണ്ടിരുന്നു കുതിര കച്ചവടം നടത്തുന്നത്. അതൊക്കെ അവസരവാദമല്ലേ? അപ്പോൾ രാഷ്ട്രീയക്കാർ പറയുന്നത് മാത്രം പുണ്യവും ഞങ്ങൾ ആരുടെയും സഹായം തരാതെ അവസരവാദം, അതൊന്നും ഈ നാട്ടിൽ നടക്കുന്ന കാര്യമല്ല. നമ്മൾ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യരാണ്, നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്. അതിനകത്ത് അധിക്ഷേപിച്ചത് കൊണ്ട് ആക്ഷേപിച്ചത് കൊണ്ടൊന്നും ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ നിങ്ങൾ വിചാരിക്കേണ്ട. അത് കൂടുതൽ ദോഷം വരുമോ ഇല്ലയോ എന്ന് നിങ്ങൾ സ്വയം ആലോചിക്കുക എന്ന് എനിക്ക് ഇത്തരക്കാരോട് പറയാം. അപ്പോൾ കേക്കുമായിട്ട് വരുന്ന BJP നേതാക്കളെ ഇനിയും സ്വീകരിക്കും, തിരിച്ച് കേക്ക് കൊടുത്തു വിടുവാനും മടി കാണിക്കുകയില്ല. കേക്കുമായിട്ട് വരുന്ന BJP നേതാക്കൾ എന്നുള്ളതല്ല, ഈ നാട്ടിലെ പൗരന്മാർക്ക് ആരുടെ അടുത്തും പോകാം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലെ പ്രധാനമന്ത്രി നമ്മളെ ക്രിസ്മസിന് ക്ഷണിക്കുന്നു. നമ്മുടെ ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. അതിൻ്റെ ക്ഷണം സ്വീകരിക്കുന്നത് എന്താണ് തെറ്റ്? അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ക്ഷണം സ്വീകരിക്കാൻ പറ്റുമോ? കേരളത്തിലെ നവകേരള സദസ്സ് നടത്തിയപ്പോൾ ഇതേ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ഈ അധിക്ഷേപിച്ച ശ്രീ ഗോവിന്ദൻ മാസ്റ്ററുടെ പാർട്ടിക്കാരുമാണ് ഞങ്ങൾ ക്ഷണിച്ചത്. എനിക്കും ക്ഷണമുണ്ടായിരുന്നു. അതുപോലെ അഭിമന്യ മാർ ജോസഫ് പാമ്പ്ലാനി പിതാവിനെയും മറ്റ് സമുദായ നേതാക്കളെയും ക്ഷണിച്ചിരുന്നു. അവരൊക്കെ പോയി. അപ്പോൾ ഈ കേക്കിന് വിഷമില്ലേ? അപ്പോൾ ഈ ചില കേക്കുകൾക്ക് മാത്രമേ വിഷമുള്ളൂ. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിയാനുള്ള, നെല്ലും പതിരും തിരിച്ചറിയാനുള്ള വിവേകമൊക്കെ റെജി ലൂക്കോസ് CPM-ന്റെ തന്ത്രം ഫലിച്ചില്ല. രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിട്ടുകൊണ്ട് കന്യാസ്ത്രീകളുടെ മോചനത്തിനായി ഇറങ്ങി. പക്ഷേ അത് ഫലിച്ചില്ല. അവിടെ BJP-ക്കാണ് ക്രെഡിറ്റ് കിട്ടിയത്. സഭ ഇങ്ങനെ പറഞ്ഞപ്പോൾ, പാമ്പ്ലാനി പിതാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ പ്രകോപിതരാകുന്നതിന് കാരണവും അത് തന്നെയാണ്. നിങ്ങൾ ഉദ്ദേശിച്ച രാഷ്ട്രീയ ലക്ഷ്യം നടന്നില്ല. അത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രകോപനത്തിന് കാരണം. ശ്രീ റെജി ലൂക്കോസ്, റജി കേൾക്കുന്നുണ്ടോ? റജി ഒന്നുകൂടി ചോദിച്ചേ.
അല്ലല്ല, നിങ്ങൾ ഉദ്ദേശിച്ച രാഷ്ട്രീയ ലക്ഷ്യം നടന്നില്ല. അതാണ് ഇപ്പോഴത്തെ പ്രകോപനത്തിന് കാരണം. കന്യാസ്ത്രീകൾക്കായി തെരുവിലിറങ്ങിയപ്പോൾ, ഛത്തീസ്ഗഡിലേക്ക് പോയപ്പോൾ ആ ലക്ഷ്യം നിങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ അത് പോയി, അത് പൊളിഞ്ഞടുങ്ങി. അതൊക്കെ ലജ്ജാകരമായിട്ടുള്ള മറുപടികളാണ്. കാരണം കത്തോലിക്ക സഭ എന്ന് പറയുന്ന മൂഢന്മാരുടെ സംഘമല്ല. കത്തോലിക്ക സഭയ്ക്ക് തെറ്റും പതിനും തിരിച്ചറിയാനുള്ള വിശ്വാസ സമൂഹത്തിന് വളരെയധികം ശേഷിയുള്ളവരാണ്. ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലെ കത്തോലിക്ക സമൂഹം എന്ന് പറയുന്നത്. ഈ സംസാരിക്കുന്ന ഞാൻ പോലും ആ സമൂഹത്തിൽപ്പെട്ട ഒരാളാണ്. ഏതെങ്കിലും ആളുകൾ മറ്റെന്തെങ്കിലും സമ്മർദ്ദത്തിന്റെ പേര് കത്തോലിക്ക സഭയെ വഞ്ചിക്കാനും ഏതെങ്കിലും ഒരു വർഗീയവാദികളുടെ ഭീകരവാദികളുടെ താവളത്തിൽ കെട്ടാൻ ശ്രമിച്ചാലൊന്നും കത്തോലിക്ക വിശ്വാസികളൊന്നും അതിനോടനുസരിച്ചിട്ടൊന്നും വാരാട്ടത്തിൽ എന്നുള്ളൊരു വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാനുള്ള തന്നെയുള്ള ആളാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മണിപ്പൂരിൽ ആകെ ഉണ്ടായ 618 പള്ളികൾ, അതിൽ 617 പള്ളികൾ തീ വെച്ച് കളഞ്ഞു. മണിപ്പൂർ രൂപതയിലെ ബിഷപ്പ് 8 മാസം ഒളിച്ചു കൊണ്ടു വന്നു. ഛത്തീസ്ഗഡിൽ മാതാവിന്റെ വരെ തിരുരൂപം അടിച്ചു പൊളിച്ചു ബജരംഗദള്. മഹാരാഷ്ട്രയിലെ ഒരു MLA പറഞ്ഞെന്താ അറിയോ, കേവലം 25 ദിവസങ്ങൾക്ക് മുമ്പ് ക്രിസ്ത്യൻ മിഷണറിമാർ എന്ന് പറഞ്ഞാൽ ആരാ? കത്തോലിക്ക സഭയിലെ മിഷണറിമാരെ, കന്യാസ്ത്രീകളെ, അച്ഛന്മാരെ ക്രൂരമായി മർദ്ദിക്കുന്നവരെ നേരിടും. 2 ലക്ഷം മുതൽ 11 ലക്ഷം വരെ ഇനാം പ്രഖ്യാപിച്ചു. ഇവരവിടെ അക്ഷരം വേണ്ടിയോ? അതിനെ അംഗീകരിച്ചുകൊണ്ട് അവിടുത്തെ ഒരു മന്ത്രി. പക്ഷെ ഇവിടെ ഫാദർ ഫിലിപ്പ് കവീൽ കൃത്യമായിട്ട് പറയുന്നത് താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. ഛത്തീസ്ഗഡ് സർക്കാരിന്റെ കാര്യം, ആ കാര്യത്തിൽ ഞങ്ങളൊരു നിലപാട് എടുത്തിരുന്നു. പക്ഷെ ആ നിലപാട് കേന്ദ്ര സർക്കാരിനോട് ഞങ്ങൾക്കില്ല എന്ന്. അതായത് ഛത്തീസ്ഗഡ് ഭരിക്കുന്നതും BJP ആണ്, കേന്ദ്രം ഭരിക്കുന്നതും BJP ആണ്. കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി പോയതും ഇവിടുത്തെ BJP നേതാക്കളാണ്. അതിനെ 3 പേരെയും അവർ 2 രീതിയിലാണ് കാണുന്നത്. ഒന്ന് ഛത്തീസ്ഗഡ് സർക്കാർ, 2 കേരളത്തിലെ BJPയും കേന്ദ്ര സർക്കാരും കൂടി ചേർന്നത്. അപ്പോൾ അവർക്കാണ് നന്ദി പറഞ്ഞത്. അതാണ് സഭ ഉദ്ദേശിച്ചത്. ഇവിടെ ഫാദർ ഫിലിപ്പ് കവീൽ അത് കൃത്യമായിട്ട് പറയുകയും ചെയ്തു, അവർ ഞങ്ങളെ സഹായിച്ചു എന്ന്. എങ്ങനെയാണ് അവർ സഹായിക്കുന്നത്? നിങ്ങളുടെ മഞ്ജുഷിന് വീട്ടിൽ വന്നൊരു ഒരാൾ മോഷണം നടത്തി. ആ മോഷണം 10-15 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ തിരിച്ചു വന്നപ്പോൾ നന്ദി എന്ന് പറയാൻ നിങ്ങളുടെ വായി വരുമോ? അല്ല, മോഷണം നടത്തിയത് വേറെ ആളാണ്. മോഷണം നടത്തിയത് വേറെ ആളെന്നാണ് കത്തോലിക്ക കോൺഗ്രസ് പറയുന്നത്. കത്തോലിക്ക കോൺഗ്രസ് അല്ലാണോ കേരളത്തിലെ കത്തോലിക്കയുടെ മുഴുവനും കാര്യങ്ങൾ? കത്തോലിക്ക കോൺഗ്രസ് ഒന്നും പറഞ്ഞിട്ടില്ല. തലശ്ശേരി രൂപതയിലെ ചില ആളുകൾ പറഞ്ഞിട്ടുള്ളൂ. അവർക്ക് മറ്റെന്തെങ്കിലും ഭീഷണി കാണും, മറ്റെന്തെങ്കിലും സമ്മർദ്ദം കാണും. അതുകൊണ്ട് കേരളത്തിലെ കത്തോലിക്ക വിശ്വാസികളെല്ലാം ഈ കൊടും ക്രൂരത ചെയ്തവരോട് നന്ദി പറയുമോ? ഇവർ നന്ദി പറയേണ്ട ആരോടാ? യേശു ക്രിസ്തു എന്നും പറഞ്ഞൊരു മനുഷ്യരുണ്ട്. ആ ബൈബിളൊന്ന് വായിച്ചു നോക്കിയേ. അത് വായിച്ചിട്ടുള്ളത് കാര്യം പറയാനായിട്ട്. അതായത് CPM കാണിച്ചു തരാൻ നിങ്ങൾ കണ്ടോണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ പറഞ്ഞു. അങ്ങനെയൊന്നും ഭീഷണിപ്പെടുന്നില്ല അച്ഛാ. കത്തോലിക്ക സമൂഹം എന്ന് പറയുന്ന സമൂഹത്തിനോട് CPM എന്നും കാണിച്ചിരിക്കുന്ന, അതും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളോട് മുഴുവൻ കാണിക്കുന്നതും ഒറ്റ വാക്കിൽ ഞാൻ മറുപടി പറയാം. ഇത്രയേ ഉള്ളൂ. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക വക്താവ് ഈ വിഷയം വന്നപ്പോൾ ചാനലുകളിലൂടെയും പത്രസമ്മേളനത്തോട് പറഞ്ഞെന്താ, വൈദികർക്ക് കന്യാസ്ത്രീകൾക്ക് സഭാവസ്ത്രം അണിഞ്ഞ് ഇപ്പൊ പുറത്തിറങ്ങാൻ സ്വാതന്ത്ര്യമുള്ളത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, വേറെ എങ്ങുമില്ല എന്ന് പറഞ്ഞു. അത് വസ്തുതയല്ലേ? കേരളം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടല്ലേ, 2 വർഷം നിലനിൽക്കുന്നുണ്ടല്ലേ? ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടാത്തത് ആരാച്ചാരുടെ വേഷം കെട്ടി കത്തി പുറകിൽ വെച്ചുകൊണ്ട് കേക്കുമായിട്ട് അരമനകൾ കയറുമ്പോൾ കത്തോലിക്ക സഭയുടെ മെത്രാന്മാർ മാന്യമായ രീതിയിൽ അവരെ സ്വീകരിച്ചു. അതും സംസ്കാര. പക്ഷെ അവർ കത്തി കുത്തി കയറ്റുമ്പോൾ നിങ്ങൾക്ക് നന്ദി എന്ന് പറഞ്ഞാൽ ഏത് കത്തോലിക്കൻ അതിനെ അംഗീകരിക്കും? ശരി, ഫാദർ ഫിലിപ്പ് കവീൽ കത്തോലിക്കനായ റെജി ലൂക്കോസ് തന്നെയാണ് ഇത് ചോദിക്കുന്നത്. വിശ്വാസികൾ അംഗീകരിക്കില്ല എന്നാണ് ഫാദർ. ഓക്കെ, ഇത് ഈ CPM പ്രതിനിധിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, സന്യാസ വസ്ത്രം ധരിച്ച് അതിൽ നടക്കാൻ പറ്റുന്നില്ലാത്ത സ്ഥിതി ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങളും പറഞ്ഞത്. അപ്പോൾ അതേസമയം തന്നെ ഞങ്ങളൊരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചോട്ടെ. അല്പ നാളുകൾക്ക് മുമ്പിൽ ബഹുമാനപ്പെട്ട സിസ്റ്റർമാരുടെ സന്യാസ വസ്ത്രം തുണി ഉരിഞ്ഞ് കാണിച്ച് കക്കുകളി എന്നൊരു നാടകം ഇവിടെ അരങ്ങേറി. അതാര് അരങ്ങേറിയതാണ്? ആരാണത് നടത്തിയത്? എന്തായിരുന്നു അതിൻ്റെ പിന്നിലെ ഉദ്ദേശം? അപ്പം ഞങ്ങൾ ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത്ര സൂചിച്ചില്ല. അപ്പം ഈ 2 വേട്ടക്കാരനും പിന്നെ എന്നാ പറഞ്ഞത്, വേടനും വേട്ടക്കാരനും വരുമല്ലേ എന്തൊക്കെ പറയല. അങ്ങനത്തെ സ്വഭാവമൊന്നും വേണ്ട. ഇവിടെ കേരളത്തിൽ ഞങ്ങളുടെ തുണി ഉരുന്നി കാണിക്കാൻ ശ്രമിക്കുകയും ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പം. അത് തന്നെ ഈ കേരളത്തിൽ ഞങ്ങളുടെ സഹോദരിമാരുടെ തുണി ഉരിഞ്ഞ് മാനം കെടുത്തി കാണിക്കാൻ കക്കുകളി നാടകം നടത്തിയവരല്ലേ നിങ്ങൾ? എന്നിട്ട് നിങ്ങൾ വലിയ പുണ്യം പറയുന്നത് വേശ്യയുടെ ചാരിത്ര പ്രസംഗമായിട്ട് ഇതിന് ഞാൻ കാണുന്നുള്ളൂ. അതിൽ കൂടുതൽ ഒരു നല്ല വാക്ക് പറയാൻ എനിക്ക് ഇല്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് ഈ വക കച്ചവടമൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. പിന്നെ ഞങ്ങൾ പറയുന്നതൊന്നും ആളുകൾ കേൾക്കുന്നില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഞങ്ങൾക്ക് അറിയുന്നത് ആളുകൾ കേൾക്കുന്നില്ലെങ്കിൽ ഞങ്ങളെ അവഗണിക്ക്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങളെ അവഗണിക്കുന്നു, നിങ്ങൾ പറയുന്നതൊന്നും ആരും കേൾക്കുകയല്ല എന്ന് പറയാൻ ആർജവത്വം ഉണ്ടോ? പറയേ, നമുക്ക് നോക്കാം. പറയൂ ശ്രീ റെജി ലൂക്കോസ്. അങ്ങനെ അല്ല, അതൊക്കെ അച്ഛന്റെ രാഷ്ട്രീയവും അച്ഛന്റെ വെല്ലുവിളികളൊക്കെ ഞാൻ കേട്ടോണ്ടിരിക്കുക. ഞാൻ മാനിക്കുന്നവരാണ് ഈ പുരോഹിതന്മാരും. കേരളത്തിലെ മിക്കവാറും 90% ബിഷപ്പുമാരായിട്ട് നല്ല സൗഹാർദ്ദമുള്ള ഞങ്ങളൊക്കെ. അവരാരും പറയാത്ത ഈ ഭാഷകൾ രാഷ്ട്രീയപരമായിട്ട് നഗ്നമായിട്ടൊക്കെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ
അച്ഛനെ പോലുള്ളവർ ചിന്തിക്കണം. നിങ്ങളൊക്കെ ഇവിടെ സുരക്ഷിതരായിട്ട് ജീവിക്കുന്നത് നമ്മളെല്ലാരും ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും മതേതര ഭാവമുള്ള ഒരു ജനസമൂഹം കൊണ്ട് മാത്രമാണ്. ഉത്തരേന്ത്യയെ പോലെ ഇവിടെയും കയറി ഇറങ്ങി നിരങ്ങാനായിട്ട് ഞങ്ങളുടെ കോട്ടകളെ ഭേദിച്ച് വരാതിരിക്കുന്നത് എന്തുകൊണ്ടാ? അത് കേരളത്തിലെ മതേതര ഭാവമാണ്. അതിനെയൊക്കെ തകർത്തുകൊണ്ട് ആരെങ്കിലും ഭീഷണിപ്പെടുത്തി വല്ല ഇഡിയോ അങ്ങനെയുള്ള സംവിധാനം വന്ന് ഭീഷണിപ്പെടുത്തിയതിന് പേര് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേട്ടാൽ മനസ്സിലാവുന്ന ജനം തലശ്ശേരി മുതൽ അവിടെ ഉള്ളത്. എനിക്ക് ഒരുപാട് ബന്ധുക്കളുണ്ട് ഈ തലശ്ശേരി മുതൽ. മാത്രമല്ല ലാവ്ലിനും കൂടെ അതിന് കൊടുത്ത് പറയണം. നിങ്ങളുടെ ഈ ഒറ്റ മാത്രമല്ല ലാവ്ലിൻ കാര്യം കൂടെ നിങ്ങൾ പറയണം. നിങ്ങളൊന്നും പറഞ്ഞാലൊന്നും വീഴുന്നൊന്നും ഇടതുപക്ഷം. നിങ്ങൾ സ്വരം ഉയർത്തിയിട്ട് കാര്യമില്ല. നമ്മൾക്ക് നിങ്ങള് വെല്ലുവിളിയല്ല, നിങ്ങൾക്ക് എന്ത് വെല്ലുവിളി നടത്താം, നിങ്ങൾക്ക് എന്ത് വെല്ലുവിളി നടത്താം. അതൊന്നും നടക്കുന്ന കാര്യമല്ല സുഹൃത്തെ. നിങ്ങളുടെ ലാവ്ലിൻ പ്രശ്നമുള്ളതുകൊണ്ട് നിങ്ങൾ ചില സമയത്ത് മിണ്ടാതിരിക്കുമല്ലോ. എന്നെ കൊണ്ട് കൂടുതൽ പറയിക്കരുത്, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ പല കാര്യങ്ങളും തുറന്നു പറയും. അച്ഛനാ തലശ്ശേരി മുതൽ ഒരു സർവേ നടത്തി നോക്കിയേ. നിങ്ങളെ പോലുള്ള ഒറ്റുകാരെ അവർ അംഗീകരിക്കുന്നു. ഇടതുപക്ഷത്തിനും ഭയപ്പെടാനുള്ള ചരിത്രമുണ്ടെന്ന് ഇവിടെയുള്ള നാട്ടുകാർക്ക് അറിയാം. നിങ്ങൾക്കും ഭയപ്പെടാനുള്ള കാര്യങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളെ ഇഡി ഭയപ്പെടുത്തുന്നതാണ്, നിങ്ങളെ ലാവ്ലിൻ കേസ് നിങ്ങളെ ഭയപ്പെടുത്തുന്നതാണ്. ഇവിടുത്തെ മതേതര പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള നിങ്ങളുടെ ഈ ഗൂഢശ്രമം, അതിലേ ഞങ്ങൾക്ക് ഭയമുള്ളൂ. അത് നിങ്ങളുടെ ഭാവന സൃഷ്ടിയാണ്. നിങ്ങളുടെ ഭാവന സൃഷ്ടി മറ്റുള്ളവരുടെ മേൽ ആരോപിക്കാനൊന്നും നോക്കണം. അതൊന്നും നടക്കില്ല. അത് നിങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങളിൽ നടക്കുമായിരിക്കും, നിങ്ങളുടെ അണികളുടെ ഇടയിൽ നടക്കുമായിരിക്കും. സ്വതന്ത്ര ചിന്തയുള്ള രാഷ്ട്രീയ ബോധമുള്ള ആളുകൾക്ക് മുമ്പിൽ അത് നടക്കുകയില്ല. ഞങ്ങൾക്ക് യാതൊരു രാഷ്ട്രീയ അടിമത്വവുമില്ല. ഒരു കക്ഷി രാഷ്ട്രീയത്തോടും ഞങ്ങൾക്ക് അടിമത്വമില്ല. ഞങ്ങൾക്ക് സ്വതന്ത്ര നിലപാടാണ്.